ഫുട്ബോൾ വസന്തത്തിന്റെ ഇടിമുഴക്കവുമായി കേരളത്തിൽ പുതിയൊരു കാൽപന്ത് സംസ്കാരം ഉടലെടുക്കുകയാണ്. ഫുട്ബോളിനെ ജീവശ്വാസം പോലെ നെഞ്ചിലേറ്റിയ മലബാർ മേഖലയിൽ പുതിയൊരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ടർഫിനെ ആവേശത്തോടു കൂടിയാണ് ഇന്നാട്ടുകാർ സ്വീകരിച്ചത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു ഫുട്ബോൾ ടർഫിലാണ്. അപ്പോൾ ഈ ഫുട്ബോൾ ടർഫ് എന്ന് കൊണ്ടുവന്നത് ഞങ്ങളൊരു ഹർമാൻ ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. ഈ ഹർമാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സൗദിയിലുള്ളതും ദുബായിലും ഒമാനും അവിടേക്കുള്ള കുറേ പേരുകൾ ഒരു 4-5 പേര് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഹർമാൻ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഒരു അണ്ടറിൽ വന്ന ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ് ഈ ക്ലബ് അറീന എന്ന പേരിലുള്ള ഒരു ഫുട്ബോൾ ടർഫ്. നമ്മൾ ഈ സംരംഭം തുടങ്ങാനുള്ള കാരണം നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ സൗദിയിലും ദുബായിലൊക്കെ ഉള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ അവിടെ സൗദിയിൽ ഇതുപോലുള്ള ടർഫുകളിൽ കളിക്കാറുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സംരംഭം നാട്ടിൽ തുടങ്ങിക്കൂടെ എന്നുള്ളൊരു ആഗ്രഹം നമ്മളോട് പറയുകയും അപ്പോൾ നമ്മൾ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ ഞങ്ങളൊരു നാട്ടിലൊരു 5-8 പേരുണ്ട്. ഈ പുറത്തുള്ള സുഹൃത്തുക്കളും ഞങ്ങൾ ഇവിടെ നാട്ടിലുള്ളവരും കൂടിച്ച് ഒന്നിച്ചിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനമാണിത് തുടങ്ങാനുള്ള ഉദ്ദേശം. മെയിനായിട്ട് നമ്മളിത് ഉദ്ദേശം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടി. കാരണം ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് നോക്കുന്നതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു പരിപാടിയായിട്ടാണ് ഹെൽത്ത് എല്ലാവരും നോക്കുന്നത്. വാക്കിംഗ് ആവട്ടെ, പ്ലേയിങ് ആവട്ടെ. ഇപ്പോൾ ഫുട്ബോളിൻ്റെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ഒരു ക്രേസും കൂടെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസി നിക്ഷേപം വരുന്ന ഒരു മേഖല കൂടിയായി മാറിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ടർഫ് എന്ന കൃത്രിമ പുൽമൈതാനങ്ങൾ. 5s, 7s സൗകര്യത്തോടു കൂടിയ മൈതാനങ്ങളാണ് ഇതിൽ മിക്കവയും. മണിക്കൂറിന് 1000 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഇതിന്റെ നിരക്കുകൾ. ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ കളിക്കുമ്പോൾ അവർക്ക് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. കാരണം ഇനിയിപ്പോൾ ടർഫിൽ കളിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഇൻഫില്ല്, അതിൻ്റെ ഇൻഫില്ലായിട്ട് ഉപയോഗിച്ച അതിൻ്റെ എല്ലാ മെറ്റീരിയലുകളും അതൊക്കെ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ട്. അതുപോലെ ചില ഫാമിലി ഒന്നിച്ചിട്ട് ഒന്ന് കളിക്കാറുണ്ട്. നൈറ്റിലൊക്കെ ചെറിയ കുട്ടികളടക്കം ഓരോ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ഒന്നിച്ച് വന്ന് കളിക്കാറുണ്ട് അവിടെ. പണ്ടത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പാടത്തോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ കളിക്കുമ്പോൾ അതിലേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു ടർഫിൽ വെച്ചിട്ട് കളിക്കുമ്പോൾ. അവർക്ക് വലിയ ഒരു സ്റ്റേഡിയത്തിലൊക്കെ കളിച്ച പോലെ ആ ഒരു ഫീല് അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു റെസ്പോൺസ് എല്ലാവരുടെ അടുത്തും നമുക്ക് തിരിച്ച് അവർ പറയുന്നുണ്ട്. മഞ്ചേരിയിലെ പുതിയൊരു സംരംഭമാണ് ഈ ക്ലബ് അറീന. ഗ്രൗണ്ടിൽ നമ്മൾ മണ്ണിൽ കളിക്കണ പോലെ ഒരിക്കലല്ല ഇത്. ഈ ടർഫ് ഗ്രൗണ്ടിലാകുമ്പോൾ നമുക്ക് പരിക്കുകൾ പറ്റൂല, വേറെ തന്നെ ഒരു ഫീലാണിത്. ഇവിടെ ഒരു ആംബിയൻസ് വരുമ്പോൾ നമ്മളൊരു ഇൻ്റർനാഷണൽ ഒരു ലെവലിൽ എത്തിയൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക്. കാരണം നല്ലൊരു പിച്ചാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. നല്ല കോട്ടും അതുപോലെ നല്ല ഫെഡ്ലൈറ്റ് സംവിധാനം ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതുകൊണ്ടും നമുക്ക് നമ്മളെ ഭാവി മെച്ചപ്പെടുത്താൻ പറ്റിയൊരു സാഹചര്യം ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. കളിക്കാൻ വേണ്ടത്ര മൈതാനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന മലബാറിലെ ചെറുകിട പട്ടണങ്ങളിൽ വരെ ആർട്ടിഫിഷ്യൽ ടർഫിലൂടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പുതിയൊരു ഗ്ലാമർ ഫുട്ബോൾ സംസ്കാരം ഉടലെടുത്തിരിക്കുന്നു. വലിയ കളിയായ ഫുട്ബോളിനെ ചെറിയ മൈതാനങ്ങളിലേക്ക് പറിച്ചു നടുമ്പോഴും മലബാറിന്റെ മനസ്സിൽ ആവേശത്തിനോ ആരവത്തിനോ തെല്ലും കുറവില്ല. ഗൾഫ് മലയാളികൾ നല്ലൊരു നിക്ഷേപാവസരമായി ആർട്ടിഫിഷ്യൽ ടർഫിനെ കണ്ടതോടെ കുറെ കാലമായി മന്ദഗതിയിലായിരുന്ന മലബാറിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തും പുതിയൊരു ഉണർവ് വന്നിട്ടുണ്ട്.